Hi students, welcome to a new class. Today we are going to discuss the role of marketing in modern business. ആധുനിക ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, മാർക്കറ്റിങ്ങിൻ്റെ പങ്ക് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ മോഡേൺ ബിസിനസ് മാർക്കറ്റിങ്ങിൻ്റെ റോള്, മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം, മാർക്കറ്റിങ്ങിൻ്റെ പങ്ക്, വിപണനത്തിൻ്റെ പങ്ക്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിംഗ് ഈസ് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോഡേൺ ബിസിനസ്. ആധുനിക ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിന്, വിപണനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. മാർക്കറ്റിംഗ് ഈസ് ആൻ ഇസെൻഷ്യൽ ചാനൽ ടു റീച്ച് ദ ഗോൾ ഓഫ് മേക്കിംഗ് മണി. പണം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അല്ലെങ്കിൽ മാർഗമാണ് ഏത് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ത്രൂ ദി മാർക്കറ്റിംഗ്, ബൈ സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്, എ കമ്പനി ക്യാൻ അച്ചീവ് a company can maximize its profit. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് ഉൽപ്പാദകരിലേക്ക് ഉപഭോക്താക്കളിലേക്ക് മാർക്കറ്റ് ചെയ്ത് ലാഭം നേടുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീറ്റിംഗ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് പ്രോഫിറ്റബിളി എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ദർ ആർ സെവറൽ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് മാർക്കറ്റിംഗ് പോലെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫിനാൻസ്, കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ബിസിനസ്സിലുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ടുദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് മാർക്കറ്റിംഗ് ഹാസ് എ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സെയിൽസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിൽപ്പനയും അതുപോലെ പ്രോഫിറ്റബിലിറ്റിയും ലാഭവുമായി ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ഒന്നാണ് ഇത് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിംഗ് ഈസ് എ റവന്യൂ ക്രിയേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതിലൂടെ മാത്രമാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സോ വി ആർ ഡിസ്കസിങ് ദ റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ്. ഓക്കെ, എന്തൊക്കെയാണ് മോഡേൺ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൻ്റെ പങ്ക് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മീറ്റ്സ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കസ്റ്റമേഴ്സ് ഇല്ലാതെ ഒരിക്കലും ബിസിനസ്സിന് നിലനിൽക്കാൻ സാധിക്കില്ല. കസ്റ്റമർ ഈസ് ദ കീ ഓർ കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമർ ആണെന്ത്? രാജാവ്. വി സെഡ് ദാറ്റ് കസ്റ്റമർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ഇൻ അവർ ഫേം. നമ്മുടെ ഫേമിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിസിറ്റർ ആര്? ഈ പറയുന്ന കസ്റ്റമേഴ്സ് എന്നുള്ളത്. ബിസിനസ് എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾ ഉള്ളത് കൊണ്ടാണ് ബിസിനസ് നിലനിന്ന് പോകുന്നത്. ഇഫ് ദർ ഈസ് നോ കസ്റ്റമേഴ്സ്, അവിടെ കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ ദർ ഈസ് നോ ബിസിനസ്, അവിടെ ബിസിനസ്സും ഇല്ല എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് ദാറ്റ് ക്രിയേറ്റ് കസ്റ്റമേഴ്സ്. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമേഴ്സിനെ, ഉപഭോക്താക്കളെ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് കസ്റ്റമേഴ്സ് ബൈ മീറ്റിംഗ് ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇവിടെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ റോള് മോഡേൺ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ റോളാണെന്ത്? മീറ്റ്സ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റോള് മാർക്കറ്റിങ്ങിൻ്റെ മോഡേൺ ബിസിനസ്സിൽ. രണ്ടാമത്തേതാണ് ജനറേറ്റ്സ് റവന്യൂ. മാർക്കറ്റിംഗ് ഹെൽപ്പ് ടു സെൽ ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുവാൻ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. മാർക്കറ്റിംഗ് ഈസ് ദ ഓൺലി റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ഇൻ ദി ബിസിനസ്. ബിസിനസ്സിൽ റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു ആക്ടിവിറ്റി അത് മാർക്കറ്റിംഗ് ആണ്. ഇഫ് മാർക്കറ്റിംഗ് ഫെയിൽസ് to generate sufficient revenue, the business enterprise will not be able to survive and grow. മാർക്കറ്റിങ്ങിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസ് എന്ത് ചെയ്യും? അതിന് നിലനിൽക്കാനും അതിജീവിക്കാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദി തേർഡ് വൺ, എൻഷ്യൂർസ് സർവൈവൽ, ഗ്രോത്ത് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ
സർവൈവൽ ഉയർത്തെഴുന്നേൽപ്പ്, അതിൻ്റെ അതുപോലെ തന്നെ ഗ്രോത്ത്, വളർച്ച, റെപ്യൂട്ടേഷനൊക്കെ ഉറപ്പുവരുത്തുന്ന ഏതാണ്? മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഹെൽപ്സ് കമ്പനീസ് അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്. കമ്പനീസിന് അവരുടെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഇൻ ദിസ് വേ മാർക്കറ്റിംഗ് എൻഷ്യൂർസ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഷേപ്സ് ദ ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് വെൽ. മാർക്കറ്റിങ്ങിലൂടെ ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ് ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അതർ ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്നറിയപ്പെടുന്നത് മാർക്കറ്റിംഗ് ആണ്. അതർ ബിസിനസ് ആക്ടിവിറ്റീസ് റിവോൾവ് അറൗണ്ട് മാർക്കറ്റിംഗ്. മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിങ്ങിനെ ചുറ്റിപ്പറ്റിയിട്ടാണുള്ളത്. പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾ അതർ ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ഓൺ ദ ബേസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള വിഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു. അടുത്തതാണ് വൈഡൻസ് മാർക്കറ്റ്. മാർക്കറ്റേഴ്സ് യൂസ് മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് സച്ച് ആസ് അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഇവൻറ്റ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ ടു പ്രൊമോട്ട് ദെയർ പ്രൊഡക്റ്റ് ഫാർ ആൻഡ് വൈഡ്. എന്ത് ചെയ്യുന്നു? മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാസ് കമ്മ്യൂണിക്കേഷൻ ടൂളുകളായിട്ടുള്ള പരസ്യം, അഡ്വർടൈസിങ്, അതുപോലെ സെയിൽസ് പ്രൊമോഷൻ, ഇവൻറ്റ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ, ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിൻ്റെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പരസ്യം ചെയ്യുന്നു. എങ്ങനെ? വൈഡായ രീതിയിൽ. മാർക്കറ്റിംഗ് എനാബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു ഇൻ്ററാക്ട് വിത്ത് ദ പബ്ലിക്. മാർക്കറ്റിംഗ് എന്തിന് സഹായിക്കുന്നു? ഒരു ഓർഗനൈസേഷന് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇൻഫാക്ട് ദ പബ്ലിക് നോസ് അബൌട്ട് ആൻ ഒറിജിനേഷൻ ത്രൂ മാർക്കറ്റിംഗ്. ദസ് മാർക്കറ്റിംഗ് ഹെൽപ്സ് വൈഡൻ മാർക്കറ്റ്. മാർക്കറ്റ് വൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിനെ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് മാനേജേഴ്സ് ഡിമാൻഡ്. മാർക്കറ്റിംഗ് പ്ലേസ് എ കീ റോൾ ഇൻ ഇൻഫ്ലുവൻഷ്യൽ ലെവൽ, ടൈമിംഗ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഡിമാൻഡ്. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡുമായി ബന്ധപ്പെട്ട ടൈമിങ്, ഇൻഫ്ലുവൻസിങ് ലെവല്, കോമ്പോസിഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു ഡിമാൻഡ് ഒരു പക്ഷേ നെഗറ്റീവ് ഡിമാൻഡ് ആവാം, നോ ഡിമാൻഡ് ആവാം, ലേറ്റൻ ഡിമാൻഡ് ആവാം, ഡിക്ലൈനിങ് ഡിമാൻഡ് ആവാം, ഇറഗുലർ ഡിമാൻഡ് ആവാം, ഫുൾ ഡിമാൻഡ് ആവാം, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിമാൻഡുകളുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് മാർക്കറ്റിംഗ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഹെൽപ്സ് ഫേസ് കോമ്പറ്റീഷൻ. ബിസിനസ് എൻ്റർപ്രൈസസ് ആർ കോമ്പീറ്റിംഗ് ഫോർ ദി സെയിം മാർക്കറ്റ്. ബിസിനസ് എൻ്റർപ്രൈസുകളെല്ലാം തന്നെ കോമ്പീറ്റ് ചെയ്യുന്നത്, മത്സരിക്കുന്നത് ഒരേ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. കോമ്പറ്റീഷൻ ഈസ് കമ്മിങ് ഫ്രം ഓൾ ഡയറക്ഷൻ. മത്സരം എല്ലാ ഡയറക്ഷനിൽ നിന്നും, എല്ലാ ഭാഗത്തു നിന്നും വരും. കമ്പനീസ് വിച്ച് ഹാവ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റിംഗ് വിൽ എമർജ് ആസ് വിന്നേഴ്സ്. ആരാണോ ഏറ്റവും നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ആ കമ്പനികളായിരിക്കും വിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ് ആണ്. അതിലൊന്നാമത് പറഞ്ഞു, ഒന്നാമത്തെ റോൾ മീറ്റ്സ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. രണ്ടാമത്തെ ജനറേറ്റ്സ് റവന്യൂ. മൂന്നാമത്തത് എൻഷ്യൂർസ് സർവൈവൽ, ഗ്രോത്ത് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ്. നാലാമത്തത് ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അഞ്ചാമത്തത് വൈഡൻസ് മാർക്കറ്റ്. ആറാമത്തത് മാനേജേഴ്സ് ഡിമാൻഡ്. ഏഴാമത്തത് ഹെൽപ്സ് ടു ഫേസ് കോമ്പറ്റീഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.